കൊച്ചി താന്തോന്നി തുരുത്തുകാരുടെ ദുരിത ജീവിതം തുടരുകയാണ്. വേലിയേറ്റത്തിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയതോടെ 50-ലധികം കുടുംബങ്ങൾ പെരുവഴിയിലായി. ഇപ്പോഴും അധികൃതരുമായുള്ള ചർച്ചയിൽ ഫലം കണ്ടിട്ടില്ല ഒന്നും. പുലർച്ചെ 3 മണിയോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 50 കുടുംബങ്ങൾ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിൽ ജിഡയുടെ ഓഫീസിൽ അഭയം പ്രാപിച്ചു. കളക്ടറുമായുള്ള ചർച്ചയിൽ കഴിഞ്ഞ മാസം 30-നകം തന്നെ ഔട്ടർ ബണ്ട് നിർമ്മാണം ആരംഭിക്കുമെന്ന ഉറപ്പ് പാഴായതോടെയാണ് തുരുത്ത് നിവാസികൾ ദുരിതത്തിലായത്. ശാശ്വത പരിഹാരമുണ്ടാകും വരെ ജിഡയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടരുമെന്ന് തുരുത്ത് നിവാസികൾ പറഞ്ഞു. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ ഒന്നുകൂടി കേട്ടുവരാം. ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നവരെ ഞങ്ങൾ സമരം തുടരാൻ തന്നെ തീരുമാനം. ഞങ്ങൾ സമരം നിർത്തിപ്പോയാലും ഇപ്പോഴും ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഇതാകണമുണ്ട്. സമരം തുടർന്ന് തന്നെ ഞങ്ങൾ പോകും. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങൾ സമരം തുടർന്ന്. പിഞ്ചു കുഞ്ഞുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പോകാനുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾക്ക് നാളെ പരീക്ഷയൊക്കെ തുടങ്ങണുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിടക്കണോ ഇരിക്കാനോ എല്ലാം പറ്റാഞ്ഞിട്ടല്ലേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇതേപോലെ വാക്കുകളും കേട്ട് ഞങ്ങൾ പോയി. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു ഇത് വേണം. ഞങ്ങൾക്ക് ഔട്ടർ ബണ്ട് തന്നെ സമരം തുടരാൻ തന്നെയാണ്. വീടുകളിലൊക്കെ വെള്ളം കയറി. വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഇറങ്ങി പോയിട്ടില്ല എപ്പോഴും? ഇല്ല, ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാൻ കുറെ സമയം വേണ്ടി വരില്ലേ? നല്ല ക്ലീൻ ചെയ്യാൻ വെള്ളമൊക്കെ വേണ്ടേ? തീരുമാനമാകാതെ ഇനി അങ്ങോട്ട് തുരുത്തിലേക്ക് പോകില്ലെന്നാണോ? പോകില്ല. പരീക്ഷക്ക് പോലും പോകാൻ പറ്റുള്ള കുട്ടികൾക്ക് ഇവിടെയാണ് കുട്ടികൾ. ഇപ്പൊ പരീക്ഷ വരെ മുടങ്ങിപ്പോകും. സൈഫ് ന്യൂസ് അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫ് ന്യൂസ, കളക്ടർ ഇതുവരെയും അവിടെ ഇവരുമായുള്ള ചർച്ചയ്ക്ക് ആരും മുൻകൈയൊന്നും എടുത്തു വന്നില്ലേ? കളക്ടർ അടക്കമുള്ളവരാരും ഇപ്പോഴും അവരവിടെ തന്നെ തുടരുകയാണ്. ജിഡയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഓഫീസിനുള്ളിൽ കയറി പോകുന്നുണ്ടോ? അതോ ഇപ്പോൾ ഉപരോധമാണോ നടക്കുന്നത്? പോലീസുണ്ടോ അവിടെ? അരുൺകുമാർ, ഇപ്പോൾ ഉപരോധമാണ് നടക്കുന്നത്. ഉപരോധം ഇപ്പോൾ 2 മണിക്കൂർ ആവുകയാണ്. പക്ഷേ ജിഡയുടെ ഉദ്യോഗസ്ഥരാരും ഇപ്പോൾ എത്തിയിട്ടില്ല. പക്ഷേ MLA TJ വിനോദ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. MLA നാളുകളായുള്ള ഒരു പ്രശ്നമാണ്. ഇവർ ഒരുപാട് നാളായി പരിഹാരം ആവശ്യപ്പെടുന്നതുമാണ്. MLAക്ക് പ്രത്യേകം അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇനി ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം? അല്ല, യഥാർത്ഥത്തിൽ താന്തോന്നി തുരുത്തിലെ ജനങ്ങളുടെ ദുരിതം വളരെ വലിയ പ്രയാസം നേരിടുന്നൊരു സാഹചര്യമാണ്. 2012 ഔട്ടർ ബണ്ട് നിർമ്മിക്കാനുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായത്. പല കാരണങ്ങളാൽ ആ തീരുമാനം നീണ്ടുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ 2 സൈഡിലും ഏകദേശം 650 മീറ്റർ, ഒരു 300 മീറ്റർ വീതം ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു. അപ്പോഴാണ് CRZൻ്റെ NOC വേണം എന്നുള്ളത് വന്നത്. അപ്പോൾ CRZൻ്റെ NOC കിട്ടുക എന്നുള്ളത് എൻവയറമെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ കൊടുക്കേണ്ടതാണ്. പല കാരണങ്ങൾ പറഞ്ഞ് അവർ തടസ്സങ്ങൾ പറയുകയാണ്. ഇവിടെ നമുക്കറിയാം, മറൈൻ ഡ്രൈവിൽ വലിയ ഫ്ലാറ്റുകൾ പണിതിട്ടുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങളുടെ 62ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് എൻവയറമെൻ്റൽ എഞ്ചിനീയറിംഗ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ധർണയുണ്ടായി. അതിനെ തുടർന്ന് കളക്ടർ സാന്നിധ്യ യോഗം കൂടി ഈ അടിയന്തരമായി മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു. മീറ്റിംഗ് വിളിച്ചു. പക്ഷേ വീണ്ടും ഇതേ തടസ്സങ്ങൾ പറഞ്ഞ് വീണ്ടും ഇരിക്കുന്ന സാഹചര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ന്യായമായ ആവശ്യത്തിൽ ഗവൺമെൻറ് ഇടപെടണം. ഞാൻ ഈ വിഷയം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള രാജീവ് മിനിസ്റ്ററെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു എക്സിബിഷൻ ഇനാഗ്രേറ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു. എന്തായാലും MLA സംസാരിക്കാനായിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. MLA അവരുമായി സംസാരിക്കട്ടെ. എന്തായാലും ജിഡയുടെ മുമ്പിൽ ഉപരോധ സമരത്തിലാണ് താന്തോന്നി തുരുത്തിലുള്ളവർ. MLA പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയ വിഷയമാണ് എന്ന് പറയുന്നു. എങ്കിൽ പോലും ഒരു 12 വർഷമായി ഇതേ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടാൻ സാധ്യത ഇനിയും വിരളമാണ്. കൊടുക്കേണ്ടത് പരിസ്ഥിതി മന്ത്രാലയമാണ്. CSR കിട്ടിയില്ലെങ്കിൽ ഈ ഔട്ടർ ബണ്ട് നിർമ്മാണം നടക്കില്ല. അതെ, അത് അത്തരം നൂലാമാലകളിലൂടെയും ചുവപ്പ് നാടയിലും കുടുങ്ങിക്കിടക്കുകയാണ് ഇവരുടെ കാര്യമെന്നാണ് MLA പറയുന്നത്. പക്ഷേ മന്ത്രി P രാജീവ് അടക്കം ഈ വിഷയത്തിൽ ഒരു ചർച്ച നടത്താം എന്ന് കഴിഞ്ഞ ദിവസം ബാംബു ഫെസ്റ്റിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയപ്പോൾ നേരിട്ട് കണ്ട് MLA പറഞ്ഞു എന്നാണ് ഇപ്പോൾ TJ വിനോദ് MLA പറയുന്നത്. എന്തായാലും ആ
അത്തരം ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ ഇവരിപ്പോൾ പ്രത്യക്ഷമായ സമരത്തിലേക്കും ഉപരോധത്തിലേക്കും കടന്നിരിക്കുകയാണ്. കൃത്യമായ ഉറപ്പും പരിഹാരവും കാണാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് താന്തോണിത്തുരുത്തുകാർ പറയുന്നത്. ഇപ്പോൾ ഈ 50 കുടുംബങ്ങളുടെ ഒരു പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി പകുതി പേർ ഇപ്പോൾ തുരുത്തി നിൽക്കുകയാണ്. അവരുടെ വീടുകൾ വൃത്തിയാക്കുന്നതും ഇപ്പോൾ വേലിയേറ്റത്തിൽ കയറിയ വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോയിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇവരുടെ വീടും പരിസരവും എല്ലാം കക്കൂസ് മാലിന്യങ്ങൾ അടക്കം കയറി കിടക്കുന്ന പരിസരവും എല്ലാം തന്നെ ഇവർക്ക് വൃത്തിയാക്കണം. അങ്ങനെ കുറേ പേർ ഇപ്പോൾ അവിടെയാണുള്ളത്. അവിടേക്ക് അലി അക്ബർ ഷാ പോയിട്ടുണ്ട്. അല്പസമയത്തിനൊക്കെ അലി അവിടെ എത്തും. നിലവിൽ ഇവിടെ ഈ 50ഓളം കുടുംബങ്ങളാണ് സമരം നടത്തുന്നത്. മണിക്കൂറുകളായി നടത്തുന്ന സമരമാണ്. പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്, പ്രായമെത്തിയവരാണ്, കുട്ടികളുണ്ട്, വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളുണ്ട്, സ്കൂളിൽ പോകേണ്ടവരുണ്ട്, നാളെ പരീക്ഷ തുടങ്ങുന്ന കുട്ടികളാണിവർ. ഇവരൊക്കെയാണ് ഇപ്പോൾ സമരത്തിൽ നിൽക്കുന്നത്. സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് TJ വിനോദ് MLA എത്തിയിരിക്കുന്നു. MLAയും ഇപ്പോൾ ഈ താന്തോണിത്തുരുത്തുകാർക്കൊപ്പം കുത്തിയിരുന്ന ജിഡയ്ക്ക് മുൻപിൽ സമരം നടത്തുകയാണ്. ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ താന്തോന്നിത്തുരുത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ജിഡ ഓഫീസിന് മുന്നിലേക്ക് താന്തോന്നിത്തുരുത്ത് നിവാസികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. സൈഫു, 50ഓളം കുടുംബങ്ങൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മിക്കവാറും കുടുംബങ്ങളിലെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ജിഡ ഓഫീസിലുണ്ട് അല്ലേ? അരുൺകുമാർ, മിക്കവാറും കുടുംബങ്ങളിൽ ഓരോ ആളുകൾ വെച്ചിട്ടെങ്കിലും ഉണ്ട്. പക്ഷേ നമുക്കറിയാം, ഇന്നലെ രാത്രി മുഴുവൻ കയറി വെള്ളം ഇന്നിപ്പോൾ രാവിലെ ഒരു 9 മണിയോടുകൂടിയാണ് പൂർണ്ണമായും വീടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ആ വീടുകൾ വൃത്തിയാക്കേണ്ടതുണ്ട്. കുറച്ചു പേരൊക്കെ വീടുകൾ വൃത്തിയാക്കാനായിട്ട് പോയിട്ടുണ്ട്. താന്തോണിത്തുരുത്തിലുണ്ട്. അവർ ഉച്ചയോടുകൂടി പൂർണ്ണമായും എല്ലാവരും ഇവിടെ സമരത്തിലേക്ക് എല്ലാവരും